ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പന്തളം രാജകുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കൊട്ടാരം പ്രതിനിധികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൂടിക്കാഴ്ച നടത്തി. അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അടുത്തയാഴ്ചയുടെ തീരുമാനം എന്നാണ് കൊട്ടാരം പ്രതിനിധികളുടെ പ്രതികരണം. ഇന്ന് രാവിലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗങ്ങളും പന്തളം കൊട്ടാരത്തിലെത്തിയത്. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ചിലവ് സ്പോൺസർഷിപ്പിലൂടെയും CSR ഫണ്ട് വഴിയും കണ്ടെത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. പന്തളം കൊട്ടാരം സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കണമെന്ന ആവശ്യം കൊട്ടാരം പ്രതിനിധികൾ ഉന്നയിച്ചു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. കഴിഞ്ഞ 5 വർഷമായി ശബരിമലയിൽ എല്ലാ ആചാരങ്ങളും പാലിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി MR സുരേഷ് വർമ്മ. അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ശബരിമല പ്രക്ഷോഭകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനോട് രാജകുടുംബത്തിന് അതൃപ്തിയുള്ളതായാണ് സൂചന. എന്നാൽ ഇത് പ്രത്യക്ഷമായി പ്രകടിപ്പിക്കേണ്ട എന്നാണ് പന്തളം കൊട്ടാരത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.